നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മിശ്രഭിന്ന സംഖ്യകൾ കൂട്ടുന്ന, കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഗുണിക്കുന്ന, ഹരിക്കുന്ന വിധത്തെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് മിശ്രഭിന്ന സംഖ്യകൾ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മിശ്രഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോപ്പർ ഫ്രാക്ഷനും അതുപോലെ തന്നെ ഒരു പൂർണ്ണസംഖ്യയും ചേർന്നതാണ് മിക്സ്ഡ് ഭിന്നസംഖ്യ എന്ന് നമ്മൾ, അതായത് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 4/5/8 + 3/1/4 എന്ന് നമുക്കിതിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ ചെയ്തിരിക്കുന്നത് എങ്ങനെ, ഇത് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് വേസ് വേറെ ഉണ്ട് കേട്ടോ, വഴികൾ ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ഇവർ സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് ഇപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത്. നമുക്കതിനനുസരിച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ 4/5/8 + 3/1/4 എന്ന് പറയുമ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് പൂർണ്ണസംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ടും ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ടുമാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? പൂർണ്ണസംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നു, ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നു. അപ്പോൾ അഡീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കിയേ. 4/5/8 + 3/1/4 അവരെങ്ങനെ എഴുതി? 4 + 5/8 + 3 + 1/4 എഴുതി. അതായത് 4നെയും 3നെയും അവർ ഒരുമിച്ചെടുത്ത്, പൂർണ്ണസംഖ്യകളെ ഒന്നിച്ചെടുത്ത് 4 + 3 ആക്കി, ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആക്കി 5/8 + 1/4 എന്ന് അതിനെ ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആക്കി. ഓക്കെ, 5/8 + 1/4. ഇനി നമുക്ക് നോക്കാം, അവർ ഉത്തരം എഴുതിയിട്ടുണ്ടോ? 4 + 3നെ തമ്മിൽ കൂട്ടി 7 എന്ന് എഴുതി. 5/8 + 1/4 സെപ്പറേറ്റ് നമ്മൾ നേരത്തെ അഡീഷൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ചെയ്തിട്ട് ഈ സംഖ്യകൾ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. 3/1/4 + 4/5/8 + 3/1/4. 4/5/8 + 3/1/4 എങ്ങനെയാണ് ഇത് തമ്മിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മിക്സ്ഡ് പൂർണ്ണസംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് എഴുതണം. അതിനുശേഷം +5/8 + 1/4 എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ 4 3 7 7 പ്ലസ് എത്ര വരും? 5/8 + 1/4. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇല്ല ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള ഫ്രാക്ഷൻ അഡീഷൻ തന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട്, ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 8 × 4 32 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, അതല്ലാതെ തന്നെ നമുക്ക് കുറച്ച് എളുപ്പവഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 4ലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് 2ലും കോമൺ ആയിട്ടൊരു പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ നമുക്കതിനെ വലിയ സംഖ്യയെ നമുക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത വഴി പോലെ തന്നെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേറെ വഴി പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 32 നമ്മുടെ ഡിനോമിനേറ്റർ എടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 4 + 1 × 8 = 20 + 8/32 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും ഉത്തരം? 28/32 അല്ലേ? ഉത്തരം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചെറുതാക്കാം. കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ചെറുതാക്കാം. 7 4 പോവില്ലേ? 2ലും 7 4 28 8 4 32 7/8 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളിതിനെ പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ 7 അതുപോലെ തന്നെ 7/8. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 7/8 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിൽ തന്നെയാണ് നമ്മളിതിൻ്റെ അഡീഷൻ ചെയ്തിട്ട് നമ്മളിതിനെ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എന്ത്? പൂർണ്ണസംഖ്യകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുന്നു, ഭിന്നസംഖ്യകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുന്നു. ഇതിൽ വേറെ പ്രത്യേകതകളൊന്നും ഇല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ താഴെ വേറെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ മോഡൽ തന്നെയാണ് നമുക്ക് സബ്ട്രാക്ഷനും വരുന്നത്. ഇപ്പോൾ 4/5/8 ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത കണക്കിന് 4/5/8 - 3/1/4 ഈ കണക്കിന് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ മൈനസ് ചെയ്യാം. അതായത് 4 32 എന്ന് എടുക്കാം അല്ലേ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4നെയും 3നെയും സെപ്പറേറ്റ്
എഴുതണം കേട്ടോ. ആദ്യം നമ്മൾ പൂർണ്ണസംഖ്യകളെ സെപ്പറേറ്റ് ആക്കും. 4 - 3 എന്നാക്കിയിട്ട് 1 ഉത്തരം നമുക്ക് കിട്ടും അല്ലേ. അതിനുശേഷം 5/8 -1/4 ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നു. ഇത് കുറയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 32 8 × 4 അങ്ങനെ തന്നെ എഴുതാം അല്ലേ. 8 × 4 എന്ന് എഴുതി. അത് കഴിഞ്ഞ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 5 × 4 - 1 × 8 1 × 8 അപ്പോൾ 20 - 8/32. അപ്പോൾ എത്ര കിട്ടും? 20 × 8 പോയ എത്രയാണ്? 12/32. ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഏത് പോവും? 2 പോവുകയാണെന്നുണ്ടെങ്കിൽ 6 × 12 1 6 × 12 6/16 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ 1 6/16 നമുക്ക് ഉത്തരം കിട്ടും. 2 ഒന്നും കൂടി വേണമെങ്കിൽ ചെറുതാക്കാം അല്ലേ. 1/16 2 ഒന്നുകൂടെ പോവില്ലേ. 2 3 2 6 16 2 2 16 3/8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം എന്ന് പറയുന്നത് എത്ര വരും? 1 3/8 നമ്മുടെ ഉത്തരം വരിക. അതായത് ഈ 1 നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തതാണ്. 3/8 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ഉത്തരത്തിനെ നമ്മൾ ചെറുതാക്കിയിട്ട് 3/8 നമ്മൾ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്ത അതേ മോഡൽ തന്നെയാണ് നമ്മൾ അഡീഷൻ ചെയ്ത അതേ മോഡൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചെയ്യാൻ, നേരത്തെ പോലെ തന്നെ. പക്ഷെ അതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന വിധമാണ് പറയുന്നത്. അപ്പോൾ അതിലവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 4നെ അതായത് പൂർണ്ണസംഖ്യയെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ചിട്ട് ന്യൂമറേറ്റർ കൊണ്ട് പ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? 4നെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ചിട്ട് ന്യൂമറേറ്റർ കൊണ്ട് പ്ലസ് ചെയ്യാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ നോക്കി 8 × 32 + 5/8 എന്ന് എഴുതിയിട്ടുണ്ട്. 3 × 4 12 + 1/4 37/8 × 13/4. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഗുണിക്കുക. 37 × 13 481 8 × 4 32. ഓക്കെ, നമ്മളതിനെ ചെറുതാക്കുന്നു. 481നെ 32 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 1/32 കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4 5/8 × 3 1/4 4 5/8 × 3 1/4 എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? ഡിനോമിനേറ്ററിനെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിക്കുക. 4 × 8 4 × 8 + 5/8 അപ്പോൾ എത്ര കിട്ടും? 32. 4 32 5 37/8. അടുത്തത് 3 1/4 എങ്ങനെ ചെയ്യും? 3 × 4 + 1/4 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13/4 കിട്ടും അല്ലേ. നമുക്കെന്ത് ചെയ്യാം? 37/8 × 13/4 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയായിരുന്നു നമുക്ക് അവിടെ കിട്ടിയത്? 481/32 അല്ലേ. 481/32 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 481/32 എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. ഇനി ഇതിനെ എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊന്ന് ഹരിച്ച് കാണിക്കുകയാണ്. ഞാൻ ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. 481 ഹരിക്കണം 32 481 ഹരിക്കണം 32 എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ 2 സംഖ്യ എടുക്കുകയാണ്. 32 48 32 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും അല്ലേ. 32 എന്ന് എഴുതി. എന്നിട്ട് 6 2 8 3 1 4 16 കിട്ടി. ഈ 1 നമ്മൾ എടുത്തെഴുതി. അതുപോലെ 32 161 5 പ്രാവശ്യം പോവും. 160 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 0 0 1 നമുക്ക് ശിഷ്ടം വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം എങ്ങനെയാണ്?
അതായത് 32 എപ്പോഴും നമ്മുടെ എന്താണ്, ഛേദമാണ്. അതിൽ നമുക്ക് സംശയമില്ല അല്ലേ. കാരണം നമ്മുടെ കണക്കിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 32 നമ്മുടെ ഛേദം എന്ന് പറയുന്നത്. ബാക്കി ഈ 15ഉം 1ഉം എവിടെ എഴുതുന്നുള്ളതാണ്. അപ്പോൾ ഹരണഫലം നമ്മളെപ്പോഴും പൂർണ്ണസംഖ്യയായിട്ടും ശിഷ്ടം നമ്മളെപ്പോഴും അംശവുമായിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 15 1/32. അതായത് ഇതിനെ നോക്കി നോക്കിയാൽ നിങ്ങളിങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ 15 × 32 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ 451 നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഹരിച്ചിട്ടാണ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കുന്നത്. അതുപോലെ തന്നെയാണ് മിശ്ര ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്ന വിധം. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം, തല തിരിച്ചിടുന്നു. അതായത് ഈ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കാണാം 32 + 5/8, 12 + 1/4 എഴുതിയത് 37/8, 13 നമ്മൾ നേരത്തെ കിട്ടിയ പോലെ കിട്ടി. ഈ കിട്ടിയ ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, 37/8 ഹരിക്കണം എന്നുള്ളടത്ത് ഇൻറ്റു ആക്കി, അതുപോലെ തന്നെ 13/4 എന്നുള്ളടത്ത് 4/13 ആക്കി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉത്തരം കിട്ടും. എന്നിട്ട് ഇതുപോലെ 37 26 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളാണ്, നേരത്തെ പറഞ്ഞ അതേ മെത്തേഡാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഫ്രാക്ഷൻസിൽ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനെയും അതുപോലെ തന്നെ പ്രോപ്പറും ഇംപ്രോപ്പർ ഫ്രാക്ഷനൊക്കെ നമ്മൾ കൂട്ട് കുറയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രാക്ഷൻസിൽ പഠിക്കാനുള്ളത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കിവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് റേഷ്യോ ആണ്. റേഷ്യോ